അവനെ കുളിപ്പിക്കടേ സുകന്യേ. ഇന്നത്തെ കാലാവസ്ഥ പോലെ ഇല്ല കേട്ടോ. ഇന്നൊരു തണുപ്പ മട്ടിലുള്ളൊരു കാലാവസ്ഥയാണ് അല്ലേ. മഴയല്ല വെയിലും അല്ല ഒന്നും അല്ലാത്തൊരു കാലാവസ്ഥ. കാറ്റ് വീശുന്നുണ്ട് കേട്ടോ, നല്ല കാറ്റ്. ഈ സമയത്ത് നമ്മുടെ കാഞ്ഞിരത്തൊക്കെ പോയി കഴിഞ്ഞു വെച്ചാലേ നല്ല കാറ്റായിരിക്കും. വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴേക്കന്നെ സൂ പറഞ്ഞിട്ടില്ലേട്ടാ, സുഖമില്ലാത്ത കാറ്റാണത്. അത് പിന്നെന്താ അസുഖം വരും. സൂ പറഞ്ഞിട്ട് വൃശ്ചികം ധനുമാസം ആകുമ്പോൾ കാഞ്ഞിരം ഞങ്ങളുടെ ആ ഭാഗത്ത് നിറച്ച് കാറ്റ് വീശിട്ടുണ്ട്. ചോളി നമ്മുടെ എൻ്റെ അപ്പോൾ നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഞാനല്ല, അമ്മ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്താ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് തേങ്ങ അവിടെ വറക്കണമുണ്ട് കേട്ടോ. സുകന്യ ഹെൽപ്പ് ചെയ്തു അല്ലേ? എന്താണ് സുകന്യ എണ്ണയും കൊണ്ട് വന്നു. സുകന്യക്ക് ഇത് ഓണത്തിനെടുത്ത് നൈറ്റി അല്ലേടി പെണ്ണേ? നീ ഇപ്പം എടുത്തതോ? അതിൻ്റെ കളറ് നരച്ചു. ഇക്കും 2 ഫ്രോക്ക് നൈറ്റി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എല്ലാവരും ഇല്ലേ, അമ്മമാരൊക്കെ നൈറ്റി ഇടുമ്പോൾ എല്ലാവരും മരുമക്കളൊക്കെ ഇപ്പോൾ ഫ്രോക്ക് നൈറ്റിക്ക് മാറിയിരിക്കണം. ഞാൻ മാത്രമാണ് മാറാത്തത്. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് ഫ്രോക്ക് നൈറ്റി എടുക്കണം എന്നുള്ളത്. അമ്മയ്ക്ക് വേണോ? എനിക്ക് 2 പോരാ, 4 എടുക്ക്. ചിക്കൻ ഇന്ന് കൂട്ടാൻ വയ്ക്കാൻ നോക്കുമ്പോൾ ഉണക്കമാന്തൽ ഒന്നുമില്ല, മീനൊന്നുമില്ല അവിടെ. ഉണക്കമാന്തൽ ഇന്നലെ ഏട്ടൻ വാങ്ങിക്കൊണ്ടത് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ വിചാരിച്ചു അമ്മേനെയും കൊണ്ട് ഉണക്കമാന്തൽ പുളി വെപ്പിക്കാന്ന്. അപ്പോഴേക്ക് അനിയേട്ടൻ പിന്നെ പോയിട്ട് ചിക്കൻ വാങ്ങിട്ട് വന്നു. ഒക്കെ എടുത്തോ? ഉണക്കമാന്തൽ പുളിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ഉണക്കമാന്തൽ പുളി നമ്മുടെ മീൻ കച്ചവടക്കാരും ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അതുകൊണ്ടാണ് മീൻ കച്ചവടക്കാരില്ലാത്ത. ഇതിലൊന്നുണ്ടല്ലോ. നമുക്കിന്ന് ഉച്ചയ്ക്ക് ചോറിനാലോ വിചാരിച്ചിട്ടാ. അതാ ഒരു കൊലക്കായ വെട്ടിക്കുന്നുണ്ടോ. നമ്മുടെ ഇവിടെ വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടാ. ഇനി ഇവിടെ ഇന്ന് കണ്ടില്ലേ കാലാവസ്ഥ ശരിയല്ലാണ്ട് 2 ദിവസം പെയിൻറ്റിങ്ങുകാർ പുറത്തേക്ക് പണിക്ക് പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് അവരും ഇങ്ങോട്ട് വരും. വാഴയൊക്കെ പോയി, വാഴയും പോയി. ആ കറുവത്തും വെട്ടിക്കോ, കറുവത്തിൽ കേട് വന്നേക്കണു. എന്താ സുഖമാണല്ലേ അതിന്? ഇത്ര നല്ല മരമായിരുന്നു. ആ റംബുട്ടാൻ എന്താ ചെയ്യാ? റംബുട്ടാൻ തൊടരുത് എന്നാ പറഞ്ഞത്. സതിയേട്ടൻ സതിയേട്ടൻ്റെയാണ് റംബുട്ടാൻ. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അരിമുളക് ചേമ്പുന്നണ്ട് ഒന്നും പൊളിക്കും, തൊടാൻ പാടില്ല. രണ്ടുപേരും നമ്മുടെ ചെടി നമ്മുടെ ചെടിയില്ല അതിന്റെ ഇടയിൽ. നമ്മുടെ ചെടിയുണ്ട് അതിന്റെ ഇടയിൽ കൂടെ. എന്താ അതിന്റെ പേര്? കൊരക്കൂർക്ക. ഈ വാഴ കിടക്കുന്നില്ലേ? ഇത് കൊരക്കൂർക്ക. എത്രത്? അപ്പൊ എന്തായാലും ഇത് വെട്ടുന്ന കണ്ടപ്പോഴേ നമുക്ക് എന്നാ ഉച്ചക്ക് ചോറിനാന് വാഴയില എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും ഇലകൾ വെട്ടുമല്ലേ. കുറച്ച് തേങ്ങ കഴിഞ്ഞേക്കണു. കുറച്ച് തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞ വെച്ചാൽ അട ഉണ്ടാക്കാറുണ്ട് വാഴയില എങ്ങനെ കിട്ടുമ്പോ. ഈശ്വരാന്നോ വലിക്കണോ? അല്ലേ, ഉണ്ണിത്തണ്ട് എടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ണിത്തണ്ട് ഉണ്ടാവും. ഉണ്ണിത്തണ്ട് ഉണ്ടാവും. എത്ര വാഴ പോയി ഇവിടുത്തെ? 1 2 3 6 പോയി. അതെ, വാടയിലയിൽ ചോറിനുമ്പല്ലേ അതിനൊരു പ്രത്യേക ടേസ്റ്റാ അല്ലേ? പ്രത്യേക ടേസ്റ്റിനാവണം, കറി എന്നാവണം. കുളിച്ചില്ല നീ? അപ്പുറത്തെ കൂടെ എടുക്കാല്ലേ പപ്പടം കാശണം ചോറിന. ഇത് അപ്പുറത്തെ കൂടെ എടുക്കാൻ പറ്റില്ല, അങ്ങനെ വരുമോ? പപ്പടം ഫുള്ള് ക്രോസ് ആയിട്ട് കിട്ടും. ഓരോന്ന് മതി. ഇത് ധൈര്യമായിട്ട് കളിച്ചോ, അടിപൊളി.
നോക്കട്ടാ കടയിലൊക്കെ പോയി കിട്ടില്ലേ തൂമ്പല അടിപൊളി അല്ലേ? ദോശ ഇഡ്ഡലി ഉണ്ടാക്കുക തൂമ്പലയിൽ ഇങ്ങനെ കഴിക്കുക. പിന്നെന്താ പൊള്ളിക്കല്ലേ ദേവാ. നമ്മളില്ലേ ഈ പൊതിച്ചോറ് ഉണ്ടാക്കില്ലേ ഇലയില്, ശരിക്ക് തേങ്ങ ചമ്മന്തിയും ഒരു ഒന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഉപ്പ് ഒഴിക്കുക, തേങ്ങ മുളക് ചുട്ടരച്ച് ചമ്മന്തി അരക്കില്ലേ, അതും കൂടി കഴിച്ചു നോക്കിയേക്ക എന്തോ ഒരു രസമായിരിക്കും പറഞ്ഞിട്ടാ. ഇപ്പോൾ പൊതിച്ചോറിൽ എന്തൊക്കെ ഉണ്ടാവൂലേ, അതിൻ്റെ ടേസ്റ്റ് ഇല്ലേ നമ്മുടെ ഇറച്ചിയോ മീനോ ഒന്നും വെക്കുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. ഈ വാഴയിലയിൽ ഇങ്ങനെ എണ്ണ തേക്കും, വാഴയിലയിൽ എണ്ണ തേച്ചിട്ട് നമ്മുടെ ചോറിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മുളക് ചുട്ടരച്ച് പുളി മുളകൊക്കെ ഇട്ട് ചുട്ടരച്ച് ചമ്മന്തിയില്ലേ, അതും മാത്രം മതി. ഞങ്ങളൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴൊക്കെ നാളെ ഒരു ദിവസം ഞങ്ങൾ എവിടെ പോയി കഴിഞ്ഞപ്പോൾ പൊതിച്ചോറ് വേണോ പറഞ്ഞാൽ പൊതിച്ചോറ് കഴിച്ച് എന്തൊക്കെയാണ് അതിൽ വെച്ചിട്ടാ. പക്ഷേ നമുക്ക് കഴിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം ഈ ഇറച്ചി മീനൊക്കെ കണ്ടപ്പോൾ നല്ല ലാഭം. പൊതിച്ചോറല്ലേ നമ്മൾ കഴിച്ച്? ഒരു പ്രാവശ്യം ചട്ടിച്ചോറ് കഴിച്ച്. ചട്ടിച്ചോറ് കഴിച്ചില്ല, കഴിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും ചട്ടിച്ചോറിൻ്റെ സമയം കഴിഞ്ഞു പറഞ്ഞു. 30 രൂപ ദേവ ചട്ടിച്ചോറിന്. 240 രൂപ. അപ്പോൾ ഞങ്ങൾ കഴിച്ചില്ല. അങ്ങനെയാണ് പറഞ്ഞാൽ ബിരിയാണി കഴിക്കാച്ചാൽ 120 റുപ്യ കൊണ്ട് കഴിഞ്ഞില്ലേ ഞങ്ങൾക്ക് 2 പേർക്കും ബിരിയാണി കഴിക്കാച്ചാൽ. വെച്ചോ മുളകിൻ്റെ അല്ലേ താളിക്കാൻ? താളിച്ചാ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കഞ്ഞിവെള്ളത്തില് മുളകിൻ്റെ ഇല താളിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെന്താ അപ്പം മാത്രമല്ല കേട്ടോ നമ്മൾ ചെയ്യാറ്. കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ചെയ്യുന്ന പോലെ ഈ ഇതിൻ്റെ അടുത്തൊരു കമന്റിൽ കൂടെ പറഞ്ഞതാണ് കേട്ടോ. ഈ ഇലല്ലേ തൂമ്പ ഇല എടുത്തിട്ട് നമുക്ക് ഉപ്പേരി വെക്കാത്ര ദേവാ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉപ്പേരി വെച്ചിട്ടുണ്ടോ? എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ അത് ഞാൻ സത്യം പറയാച്ച ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല. പറയുകയൊക്കെ ചെയ്തു, പക്ഷെ വെച്ചില്ല. ഉണ്ണിത്തണ്ട് വരെ എത്തിയിട്ടുണ്ട്, ഉണ്ണിത്തണ്ട് പിന്നെ എല്ലാവരും വെക്കുന്നതല്ലേ. പോവാ കഴിക്കല്ലേ? സമയം 1 മണിയൊക്കെ കഴിഞ്ഞാ 1:20 കണ്ടോ. അമ്മൂന് ഇലയിൽ ചോറ് വേണ്ട അത്ര, ഞങ്ങളെ ഇലയിൽ ചോറിനാട്ടോ. അമ്മൂന് പനി പറഞ്ഞപ്പോൾ ഒന്നും കൂടി മൂക്കുരിക്കുന്നു. കഴിക്കില്ലേ എന്താ ചങ്ങനെ ചോട്ടിലിരിക്കണ്ടേ, അതിനെ പിന്നെ ടേബിളിൽ വെച്ച് കഴിക്കാത്ത ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവര് കസേരയിൽ ഇല വെച്ച് കാലിന്റെ മേലെ ഇല വെച്ചിട്ടാണ് കഴിക്കുന്നത്. എന്താ പൊന്നു കഴിക്കുന്നത്? എന്താ കഴിക്കുന്നത്? ഇറച്ചി പറ പൊന്ന. എനിക്ക് ഈ ഇല ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഇങ്ങനെ കല്യാണത്തിനൊക്കെ അല്ലേ ചൂടില്ലല്ലോ, പിന്നെന്താ ഫാന് വേണമെന്നോ? നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങളുടെ വീഡിയോ വരുമ്പോഴേക്ക് രാത്രി ആവില്ലേ അല്ലേ? അപ്പോൾ ഉച്ചത്തെ ഭക്ഷണം കഴിച്ചാൽ ചോദിക്കുന്നത്. ഇനി നമുക്ക് അവിടെ കുറേ വൃത്തിയാക്കാണ്ട് കേട്ടോ. ചേമ്പും തയ്യൊന്നും വെട്ടണ്ട കേട്ടാ. ചേമ്പിൻ്റെ തണ്ടൊന്നും കളയണ്ട, എന്തെങ്കിലും ഒന്നുമില്ലാത്ത സമയത്ത് കൂട്ടാൻ. ആ കറുത്തുങ്ങ മരം വെട്ടണം കേട്ടോ. കറുത്ത് മരം എന്താ വെച്ചാൽ വയസ്സായിരിക്കണം, അമ്മൂമ്മ ആയിക്കണൂലമ്മ. എന്തേ കുറച്ചൊന്നും അവൻ കെതി കെട്ടക്കണു, കുറച്ചതല്ല ഭ്രാന്ത്. ചപ്പും ചോറും ഇവിടെ തുണികളൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഒന്നാമത്. ഇത് പിന്നെ ഇവിടെ പറഞ്ഞ വെച്ചാൽ നമ്മളധികം ഉപയോഗിക്കാതിരിക്കുന്ന സ്ഥലമാണ്. ഇത്ര വരെ ഉപയോഗിക്കുള്ളൂ. അതിനെ പറയണേ ഇപ്പൊ ഇവിടെ ഒരു വീട് വെക്കുക വെച്ചാൽ ഇവിടെ ഒരു വീട് വെക്കാനുള്ള സ്ഥലമുണ്ട് ഇല്ലേ? എന്താ റംബൂട്ടാനെ ഒതുങ്ങിയില്ലേ? അറിയ അടിപൊളി. നന്നായി. അതാ ഇവിടെയാണ് നമ്മുടെ പന്തല് വരുന്ന സംഭവം കേട്ടോ.
നീളത്തിലൊന്നല്ല, ഇങ്ങോട്ട് ഉമ്മറ വരുന്ന രീതിയിൽ, അങ്ങോട്ട് ഉമ്മറ വരുന്ന രീതിയിൽ. സ്ഥലമുണ്ട് അവിടെ. ആ ഇത്രയും കൂടി സ്ഥലമില്ലാത്തടത്ത് ഓരോരുത്തർ വീട്. പിന്നെ നമ്മുടെ ഈ സ്ഥലം, ഈ വീടിന്റെ അവിടെ എത്ര ഉണ്ടോ ഏട്ടാ? നമ്മള് വീട് വെച്ചേക്കണതേ അവിടെ ഇങ്ങനെയാണോ സ്ഥലം അല്ലേ? അതങ്ങനെ നീളത്തിലായതുകൊണ്ടാണ് വീട്. പിന്നെന്താ, ഒരു വീട് വെക്കാനുള്ള സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അല്ലേ? ഞങ്ങൾ ആദ്യം ഇവിടെയാണ് കേട്ടോ വീട് വെക്കണം എന്ന് വിചാരിച്ച്. അപ്പൊ പിന്നെ തറവാട് പൊളിക്കാണ്ട് കയറ്റാലോ, അത് കൂടെ കൊണ്ടുവരാലോ വീട്ടിക്ക്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടാ, ഈ ഇതും ഇതാക്കിയാലേട്ടാ. ഓ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടാ, ഇവിടുന്ന് ഇങ്ങോട്ട് ഇടാ. അവിടുത്തെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെയാണ് വീട് വെക്കാൻ പിന്നെന്താ, ഞങ്ങളാണ് കേട്ടോ ആ മരം ഉള്ളതും കൊണ്ട് ആൾക്കാർക്ക് ഒന്നും വെക്കാൻ പറ്റില്ല. ഒരു ദിവസം രാവിലെ കല്ല് കൊണ്ടുവന്നതാ, നേരെ കനാൽ കുണ്ടിക്കിടാവോ ദേവാ, കനാലിനുള്ളിലേക്ക് ഇറങ്ങി പോകണ്ടൊക്കെ ചക്ര ഇറങ്ങി. ഇത് അതുപോലെയൊന്നും ഇല്ലല്ലോ. ഇനി എന്തെങ്കിലുമൊക്കെ അപ്പോൾ നമ്മൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെയാണ് നമ്മൾ ഇനി നമ്മുടെ പന്തൽ ഉയരുള്ളത്. ഇവിടെ കോഴിക്കൂടും നമ്മുടെ പപ്പിക്കൂടും ഒക്കെ സാധനം ഇനി അവിടുന്ന് അവനെ അങ്ങോട്ട് ആക്കണം, കോഴിക്കൂട് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് ആക്കണം. എന്നാൽ ഈ ഒരു സൈഡ് സ്ഥലം കിട്ടൂല എത്ര നമുക്ക്. അപ്പൊ ഇത്രയും സ്ഥലം നമുക്ക് കിട്ടിയിട്ട് നമുക്ക് ഇവിടെ നമ്മൾ ഈ സ്ഥലത്താണ് 2 കല്യാണം നടത്തിയത്. 2 3 അല്ല, 2 കല്യാണം ഒരു ദിവസം നടത്തിയത് ഈ സ്ഥലത്താണ്. 2 കല്യാണം ഇത്ര ഇരുത്തില്ല അന്ന്. ഓ, അങ്ങോട്ടില്ല, അധികമില്ല. അത്ര അമ്മ നിക്കണത് വരെക്കുള്ളൂ. അല്ലല്ല, അതുണ്ട്. ഈ സൈഡ് ഫുള്ള് പന്തലായിരുന്നു. ഈ സൈഡ് ഫുള്ള് പന്തലായിരുന്നു. നീ നിക്കണ ഭാഗത്താണ് ഭക്ഷണം ഉണ്ടാക്കിയത്. എനിക്ക് കിണർ മാത്രം ഓർമ്മയുണ്ട്. ആ സ്ഥലം മതി. അതിലൊക്കെ ഇത്ര വലിയ പരിപാടിയാണ് നടന്നല്ലേ. 2 കല്യാണം ഇവിടെ നടന്നല്ലേ. അപ്പോൾ ഇനി പന്തലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ഒരു 10-100 ആൾക്കൊക്കെ ഇരിക്കാല്ലേ, ഇങ്ങനെയൊക്കെ ഇട്ടല്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ വെച്ചാൽ നമുക്ക് തിരക്കുള്ളതും ഓരോ ഭാഗങ്ങൾ വൃത്തിയാക്കണതും ഒക്കെ ആയിരിക്കും വീഡിയോയിൽ ഉണ്ടാവും. വൃത്തിയാക്കണമെന്നില്ല, അതിപ്പോ കുറച്ച് 2 ദിവസം കൊണ്ട് വൃത്തിയാക്കലൊക്കെ കഴിയും. ഇനി അതൊക്കെ കഴിയുന്നേ. അതുമല്ല, എന്താ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിന്റ് അടിക്കാൻ തുടങ്ങണം. അപ്പം അവിടെ നിന്ന് എടുത്തിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ ഇവിടെ വെക്കണം. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ കുറച്ച് വൃത്തിയാക്കാൻ തന്നെ ഉണ്ട്. പൈപ്പ് വാട്ടർ പൈപ്പ് ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. അപ്പോഴേ നാളെ കാണാം. ചാത്തപ്പനൊക്കെ വന്നിക്കണോ, നീ വെട്ടിയിട്ട് വേണം അവർക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ നോക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇതും മുറിച്ച് കറുവത്തുങ്കായുടെ അത് നമുക്കിനി നല്ലതൊന്ന് വാങ്ങിയിട്ട് ഇവിടെ എവിടെയെങ്കിലും അതിന് താത്തണ്ടേ അങ്ങനെ മുളക്കെടുക്കാന് വേരോടെ എടുക്കാല്ലേ. അപ്പൊ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം. ഓരോ വിശേഷങ്ങള്, സന്തോഷത്തിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാല്ലേ. അതെ.